Hello all. Welcome to what probably could be the very last lecture in our online lecture series of structural analysis. So, in this lecture, we are going to solve a problem of arches using the concept of influence line diagrams. Okay, so before I begin on the problem, let us recap a bit of what we studied in the last lecture, and let us look at some new things. Okay, so suppose we have an arch like this. Okay, so we have a three-hinged arch ACB, and we have a section D at a distance A from the left support, and point load of 1 kilonewton is moving from A to B, and we have already tried drawing the ILDs of horizontal thrust, moment, as well as radial shear and നോർമൽ ത്രസ്റ്റ്. ഓക്കെ, സോ നമ്മൾ ആ മൊമെന്റിന്റെ കുറച്ച് നമ്മൾ സാധാരണ ഐ എൽ ഡിയുടെ ആപ്ലിക്കേഷനിലെ മാക്സിമം മൊമെന്റ് എവിടെയാണ്, അബ്സല്യൂട്ട് മാക്സിമം എവിടെയാണെന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊന്ന് ഞാൻ പറയണം. ലൈക്ക് സപ്പോസ് ദിസ് ഇസ് ദ മൊമെന്റ് ഐ എൽ ഡി, ഓക്കെ, അറ്റ് ഡി, ആൻഡ് ഒരു ആർച്ചിന്റെ കേസിൽ ഐ എൽ ഡി ശ്രദ്ധിക്കേണ്ട, അത് അവിടെ കിടന്നോട്ടെ. എനിവേ, ആർച്ചിന്റെ കേസിൽ മാക്സിമം ഹൊറിസോണ്ടൽ ത്രസ്റ്റ് നമ്മൾ ഐ എൽ ഡി വരച്ചപ്പോൾ മനസ്സിലാക്കി ദാറ്റ് എച്ച്, അതായത് എച്ച് എന്ന് പറയുന്നത് ഇത് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എച്ച്. ഓക്കെ, ദാറ്റ് മാക്സിമം ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഈസ് ഒബ്റ്റൈൻഡ് വെൻ ദ ലോഡ് ഈസ് അറ്റ് ദ സെന്റർ ഓഫ് ദ സ്പാൻ. മൂവിംഗ് ആയിട്ട് ഒരു പോയിന്റ് ലോഡ് ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പോയിന്റ് ലോഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒതുങ്ങുകയാണ്. സോ വെൻ ദ പോയിന്റ് ലോഡ് ഈസ് അറ്റ് ദ സെന്റർ ഓഫ് ദ സ്പാൻ, വി ഒബ്റ്റൈൻ ദ മാക്സിമം ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. അപ്പം അവിടുത്തെ ഐ എൽ ഡിയുടെ വാല്യൂ ഇൻടു വാല്യൂ ഓഫ് ദ ലോഡ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, മാക്സിമം ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ അബ്സല്യൂട്ട് മാക്സിമം, മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ആ സെക്ഷൻ കിട്ടുന്നത് ലോഡ് ആ സെക്ഷനിൽ വന്ന് നിൽക്കുമ്പോഴായിരിക്കും. ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഇവിടെ നമുക്കൊരു തന്നിരിക്കുന്ന ആർച്ചിലെ ഡി എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിലെ മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ആ സെക്ഷനിൽ ലോഡ് വെച്ചിട്ട് അതിന്റെ ഐ എൽ ഡിയിലെ ഈ വാല്യൂ കണ്ടുപിടിച്ചാൽ മതിയാവും. ഓക്കെ, അത് ഇൻഡു ഇത് ചെയ്താൽ മതിയാവും. അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് ഈ പോയിന്റിൽ ലോഡ് വെച്ചിട്ട് സാധാരണ ഷിയർ ഫോഴ്സിന്റെ ബെൻഡിങ് മൊമെന്റിന്റെ നോർമൽ ഫോർമുല നോർമൽ കണ്ടുപിടിക്കുന്ന മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഐ എൽ ഡി യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, സിമിലർലി മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എ സെക്ഷൻ. ഓക്കെ, ഡി, ഇപ്പം ഇതുപോലെ തന്നെ ഡി എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നിട്ടുണ്ട്. അതിന്റെ മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് എങ്ങനെ അവിടെ വരുന്ന കേസ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ലോഡ് സെന്റർ ഓഫ് ദ സ്പാൻ അല്ലെങ്കിൽ ക്രൗൺ എന്ന് പറയുന്ന ഈ നടുക്ക് കൊണ്ടുപോയി വെക്കുക, സി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചാൽ വി ഒബ്റ്റൈൻ ദ മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആൻഡ് ദ വാല്യൂ വിൽ ബി ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദിസ് ഓർഡിനേറ്റ് ഇൻ ടു ദ വാല്യൂ ഓഫ് ദ ലോഡ്. ഓക്കെ, അതുപോലെ തന്നെ വേറെ രണ്ട് സാധനങ്ങളുണ്ട്, അബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ്, അബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്. അപ്പം അതിന്റെ പ്രൂഫിലോട്ട് നമ്മൾ കടക്കുന്നില്ല. ഈ മൂന്ന് സാധനങ്ങൾ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഐ എൽ ഡി വരച്ച് ഡിറ്റർമൈൻ ചെയ്താണ്. അപ്പൊ അതുപോലെ തന്നെ അബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റും നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റും കണ്ടുപിടിക്കും. പക്ഷേ വി ആർ ഗോയിങ് ടു സ്റ്റേറ്റ് ഇറ്റ് വിതൗട്ട് ദ പ്രൂഫ്. ഓക്കെ, സോ അബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഒരു സെക്ഷനിൽ, ഐ മീൻ ഓഫ് എ സെക്ഷൻ അല്ല, ഇറ്റ്സ് ഓഫ് എ ആർച്ച്. ഒരു ആർച്ചിന്റെ അബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഈ സെക്ഷൻ ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 0.211 ഇൻറ്റു സ്പാൻ ലെങ്തിലായിരിക്കും. അതായത് 0.211 ഇൻറ്റു എൽ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റിൽ ഡി വരുമ്പോഴായിരിക്കും, എന്നിട്ട് ആ ഡിയുടെ മുകളിൽ ലോഡ് വരുമ്പോഴായിരിക്കും ആ ആർച്ചിലെ ഏറ്റവും മാക്സിമം പോസിബിൾ ആയിട്ടുള്ള പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് വരിക. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് അബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് വിൽ ബി 0.096 ഇൻടു ദ വാല്യൂ ഓഫ് ദ ലോഡ്, പോയിന്റ് ലോഡ്, ഇൻടു ലെങ്ത് ഓഫ് ദ സ്പാൻ. ഓക്കെ, ലെങ്ത് ഓഫ് ദ ആർച്ച്, അതായത് ഈ എല്ലിന്റെ വാല്യൂ. ഓക്കെ, 0.096 ഇൻടു ഡബ്ല്യു എൽ. അതുപോലെ തന്നെ അബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് വരണമെങ്കിൽ സെക്ഷൻ ഡി എന്ന് പറയുന്നത് L/4 അല്ലെങ്കിൽ 0.25 ഇൻറ്റു സ്പാൻ ഡിസ്റ്റൻസിൽ എവിടെയെങ്കിലും സെക്ഷൻ കട്ട് ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ആ സെക്ഷനിലെ മൊമെന്റ് എടുക്കുമ്പോഴായിരിക്കും അബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് വരിക. അപ്പം അങ്ങനെ ഒരു സെക്ഷൻ എടുത്തിട്ട് ലോഡ് നടുക്ക് വെക്കുമ്പോഴായിരിക്കും അബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഒബ്റ്റൈൻ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ഗിവൺ ആസ് L/4 അല്ലെങ്കിൽ 0.25 ബൈ സ്പാൻ. അപ്പൊ അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് WL/16 അല്ലെങ്കിൽ 1/16 ഇൻറ്റു ലോഡ് ഇൻറ്റു ലെങ്ത് ഓഫ് ദ ആർച്ച്, WL/16. ഓക്കെ, സോ ദീസ് ടു തിങ്സ് ഐ ആം ഗോയിങ് ടു സ്റ്റേറ്റ് വിത്തൗട്ട് പ്രൂഫ്, കാരണം അതിന്റെ ഇതിലോട്ട് നമുക്ക് കടക്കേണ്ട കാര്യമില്ല ഇപ്പം. ഓക്കെ, സോ വിത്ത് ദാറ്റ് ഇൻ മൈൻഡ് ലെറ്റ് us സോൾവ് എ പ്രോബ്ലം.
Okay, so we have been asked to a 3-pin parabolic arch. Okay, has a horizontal span of 25 meter and a central rise of 3.5 meter. A point load of 100 kilonewton crosses the arch from left to right. Okay, that is our situation. Calculate using ILD. On the maximum horizontal thrust, maximum positive bending moment at a section D 7 meter from left and അതേ സെക്ഷനിൽ തന്നെയുള്ള നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ absolute maximum positive bending moment in the arch, absolute maximum negative bending moment in the arch. ഇത്ര കണ്ടുപിടിക്കണം. And we have been given a this നമുക്ക് തന്നിരിക്കുന്ന ആർച്ച് വരച്ചാൽ എങ്ങനെ ഇരിക്കും? 25 മീറ്റർ ലെങ്ത്, സെൻട്രൽ റൈസ് എന്ന് പറയുമ്പോൾ 3.5 മീറ്റർ. ഓക്കെ, അപ്പം ഒരു 100 കിലോ ന്യൂട്ടൺ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എ തൊട്ട് ബി വരെ ഇങ്ങനെ പോവാണ്. ഓക്കെ, ദിസ് ഇസ് പാരബോളിക് ആർച്ച്, സിമെട്രിക് പാരബോളിക് ആർച്ച്. അപ്പോൾ നമുക്ക് മാക്സിമം ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, ഇവിടുത്തെ എച്ച് എന്നുള്ള വാല്യൂവിന്റെ മാക്സിമം കണ്ടുപിടിക്കണം. അതുപോലെ മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് അങ്ങനെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ILDയുടെ ഇത് വെച്ച് നമുക്കറിയാം ഇവിടെയാണ് ലോഡ് ഇവിടെ വന്നാലായിരിക്കും മാക്സിമം ഹൊറിസോണ്ടൽ ത്രസ്റ്റ് വരുന്നതെന്നൊക്കെ. അപ്പൊ വി വിൽ സോൾവ് യൂസിങ് ILD. ഓക്കെ, ILD അല്ലാതെ സോൾവ് ചെയ്യാം, അത് ഞാൻ പറഞ്ഞുതരാം. എനിവേ ലെറ്റ് us സ്റ്റാർട്ട് അനാലൈസിങ്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് പറയാം. ഓക്കെ, സോ ആദ്യത്തെ കേസ് മാക്സിമം ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആർച്ച്, അത് ഞാൻ റീഡ്രോ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ മാക്സിമം ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. അപ്പം ILD വെക്കുമ്പോൾ നമുക്കറിയാം. ഓക്കെ, ലൈക്ക് വി നോ ദിസ് ഈസ് ദ ILD ഫോർ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. അപ്പോൾ വിത്ത് ദിസ് ILD ഇറ്റ്സെൽഫ് നമുക്കറിയാം മാക്സിമം ഹൊറിസോണ്ടൽ ത്രസ്റ്റ് വരുന്നത് ഈ ലോഡ് മൂവ് ചെയ്യുന്ന ലോഡ് ഈ പോയിന്റിൽ, അതായത് സി എന്ന് പറയുന്ന പോയിന്റിൽ ലോഡ് വരുമ്പോഴായിരിക്കും, അതായത് 100 കിലോ ന്യൂട്ടൺ ഇവിടെ വരുമ്പോഴായിരിക്കും. അപ്പം ആ ലോഡിന്റെ വാല്യൂ ഇൻടു ദിസ് ഓർഡിനേറ്റ് ഗിവ്സ് us the maximum horizontal thrust. Okay, so when the load is at crown or the center of the span, we obtain the maximum horizontal thrust, and the value H max എന്ന് represent ചെയ്യുന്ന സാധനത്തിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ this L by 4H. Okay, L is length of the span which is 25 meter, 4H is 3.5 meter. Okay, അപ്പോൾ L by 4H ഇട്ട് അതിനെ 100 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. അപ്പോൾ that gives us the absolute maximum horizontal thrust is 178.57 kilonewton. Okay, yes, അപ്പം that is the absolute maximum horizontal thrust. Okay, next thing, that was pretty simple. അടുത്തത് we need to find out the maximum positive bending moment at D. Okay, അപ്പോൾ ഇതും again ILD വെച്ച് നമുക്കറിയാം. ILD നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചാണ് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് at D കിട്ടുന്നത് ഈ 100 കിലോ ന്യൂട്ടൺ ഈ സെക്ഷനിൽ വരുമ്പോഴായിരിക്കും. ഈ സെക്ഷനിൽ നിർത്തിയിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇത് പ്രൊസീഡ് ചെയ്യാം. ഒന്നെങ്കിൽ ഈ ലോഡ് ഇവിടെ ഇവിടെ ഡിയിൽ നിൽക്കുന്നതായിട്ട് അസ്യൂം ചെയ്തിട്ട് സാധാരണ ഫോർമുലാസ് യൂസ് ചെയ്ത്, അതായത് ലൈക്ക് ഷിയർ ഫോഴ്സ് ടു ദ ലെഫ്റ്റ് സൈഡ് ഉള്ള ഫോഴ്സിന്റെ എല്ലാത്തിന്റെ ബെൻഡിങ് മൊമെന്റും വാല്യൂസും ലെങ്ത്തും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് റെഗുലർ ആയിട്ട് ഒരു ബീമിന്റെ കൺസിഡർ ചെയ്യുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി ഈ Y വാല്യൂ കണ്ടുപിടിക്കണം. അത് പാരബോളിക് ആർച്ചിന്റെ ഫോർമുലയിൽ നിന്ന് കണ്ടുപിടിച്ച് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. വെരി പ്രെറ്റി സിമ്പിൾ. അത് നമ്മൾ ആർച്ച് പണ്ട് പഠിച്ച സമയത്ത് നമ്മൾ ചെയ്താണ്. Okay, another way in which we can proceed is we can use ILD. Okay, അപ്പോൾ ILD വെച്ച് നമുക്കറിയാം that the maximum positive bending moment is obtained when the load is at the section. Okay, so അപ്പം ILD നമ്മൾ ഇത് വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. So this is the ILD and we had discussed the formation of this ILD. ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നത് ഈ ബീം മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ILD ആണ്. ഇത് HYക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ILD. അപ്പോൾ ഇതിന്റെ ഈ ട്രയാങ്കിളിൽ നിന്ന് ഈ സെക്കൻഡ് ട്രയാങ്കിൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും അതിന്റെ വാല്യൂ. അതായത് ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് എസെൻഷ്യലി ഈ ഷെയ്ഡഡ് പോർഷനിൽ കാണുന്നതാണ് വാല്യൂ. ഓക്കെ, അപ്പം ഈ 100 കിലോ ന്യൂട്ടൺ ഈ സെക്ഷൻ ഡിയിൽ വരുമ്പോൾ വരുന്ന ILDയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഓർഡിനേറ്റിൽ നിന്നും ഈ ഓർഡിനേറ്റിന്റെ വാല്യൂ കുറച്ചാൽ മതി. ഓക്കെ, അപ്പം ഈ വലിയ ഓർഡിനേറ്റ് ഈ സെക്ഷൻ ഡിക്ക് കറസ്പോണ്ടിങ് ഉള്ള ഓർഡിനേറ്റിന്റെ വാല്യൂ നമുക്കറിയാം A into L minus A by L. A എന്ന് പറയുന്നത് 7 ആണ്, L minus A 18 by L 25 which gives us the value equal to 5.04. ഓക്കെ, അതുപോലെ തന്നെ ഈ ഓർഡിനേറ്റിന്റെ വാല്യൂ അതായത് L by 4H into Y എന്നുള്ളതാണ് അതിന്റെ വാല്യൂ. അപ്പോൾ L is 25, H is 3.5, Y യുടെ വാല്യൂ യുടെ വാല്യൂ ആക്ച്വലി നമ്മളത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. ആൻഡ് ഐ ഫോർഗോട്ട് ടു ഇൻക്ലൂഡ് ദാറ്റ് ഹിയർ. Actually y equal to 4H by L into X into L minus X എന്നുള്ള ഒരു ഫോർമുല. Recall that we learned that in parabolic arch. Parabolic archന്റെ ഫോർമുലയാണ് അത് 4H by L into X into L minus X എന്നുള്ളത്. Okay, so using that we obtain the value of Y and Y യുടെ വാല്യൂ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് this gives us 5.04.
Okay, so from the ILD, we obtain the we need to find out the maximum bending moment, positive bending moment. Okay, അപ്പം അത് ലോഡ് ഇവിടെ വന്നിരിക്കുന്നു 100 കിലോ ന്യൂട്ടൺ ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ 100 ഇൻറ്റു ദിസ് ഓർഡിനേറ്റ്. അപ്പം ഈ ഓർഡിനേറ്റിന്റെ ഫുൾ ഓർഡിനേറ്റിന്റെ വാല്യൂ നമുക്കറിയാം 5.04. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ചെറിയ ഓർഡിനേറ്റിന്റെ വാല്യൂ ആണ്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ്. സിമിലർ ട്രയാങ്കിൾസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഈ ലെങ്ത് 7 ആണ്, ഈ ലെങ്ത് 12.5 ആണ്. അപ്പം ഈ ലെങ്ത്തും നമുക്കറിയാം. അപ്പോൾ സിമിലർ ഇതും 5.01. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. സോ എസെൻഷ്യലി നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ഓക്കെ 5.04 മൈനസ് 7/12.5 ഇൻറ്റു 5.04. അപ്പോൾ ആ വാല്യൂവിനെ അങ്ങനെ കിട്ടുന്ന വാല്യൂവിനെ ഇൻറ്റു 100 ചെയ്താൽ we obtain the maximum positive bending moment at D. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഒന്നും കൂടെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, അത് എഴുതിയതാണ്. അപ്പം ഈ ടേം ഡിനോട്ട് ചെയ്യുന്നത് A ഇൻറ്റു L മൈനസ് A ബൈ L എന്നുള്ള ടേം ഡിനോട്ട് ചെയ്യും, ഇൻറ്റു W ഡിനോട്ട് ചെയ്യുന്നത് ഈ വാല്യൂവിനെയാണ്. ഓക്കെ, ഈ ഒരു സാധനത്തെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. മൈനസ് 7/12.5 ഇൻറ്റു L/4HY ഇൻറ്റു W എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഇതിനെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് multiply the solve ചെയ്യുമ്പോൾ we obtain that maximum positive bending moment at D is 222 kilonewton meter plus 222 kilonewton meter. Okay, approximately 221 point something ആണ് 222 kilonewton meter. Similarly, maximum negative bending moment at D എന്ന് പറയുമ്പോൾ ലോഡ് ഇവിടെ വരണം, ഈ സെൻട്രൽ ഹിഞ്ചിൽ അല്ലെ ക്രൗണിൽ വരുമ്പോഴായിരിക്കും, സെന്റർ ഓഫ് ദ സ്പാനിൽ വരുമ്പോഴായിരിക്കും മാക്സിമം നെഗറ്റീവ്. അപ്പോൾ അതും ഇതിൽ നിന്നും ഇത് കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5.04 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഫ്രം ദ ILD 5.04 അല്ലെങ്കിൽ L/4HW ഇൻറ്റു Y, അതാണ് മുകളിൽ കാണുന്ന വാല്യൂ. അതിൽ നിന്നും ഇത് കുറയ്ക്കുക, അതായത് ഈ സ്ഥാനം കുറയ്ക്കുക. ഓക്കെ, അതാണ് 12.5/18. അപ്പം ഈ ഡിസ്റ്റൻസ് 12.5 ആണെന്ന് അറിയാം. ഈ ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് ഈസ് 18. അപ്പോൾ ഇതിന്റെ വാല്യൂ 5.04 ആണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ സിമിലർലി നമുക്ക് കണ്ടുപിടിക്കാം, സിമിലർ ട്രയാങ്കിൾസ് യൂസ് ചെയ്തു. അപ്പോൾ അഗൈൻ ഇത് സോൾവ് ഔട്ട് ചെയ്ത് വരുമ്പോൾ we obtain that the maximum negative bending moment at D will be equal to 154 kilonewton meter magnitude. അപ്പോൾ ഇതിന്റെ വാല്യൂ ആക്ച്വലി നെഗറ്റീവ് ആണ്, മാഗ്നിറ്റ്യൂഡ് എന്നുള്ളത് 154 kilonewton meter ആണ്. ഓക്കെ, യെസ്. സിമിലർലി അടുത്ത ക്വസ്റ്റ്യൻ ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ അബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ്. അപ്പം അബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ഒബ്റ്റൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ദാറ്റ് വിൽ ബി വെൻ ദ സെക്ഷൻ ഡി. ഈ സെക്ഷൻ ഡി എന്ന് പറയുന്നത് ഇവിടെ 7 മീറ്ററിൽ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. പക്ഷേ അബ്സല്യൂട്ട് മാക്സിമം കിട്ടണമെങ്കിൽ ദിസ് ഡി ഷുഡ് ബി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 0.211 L. ഓക്കെ, അപ്പം ഈ ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 0.211 L ആയിരിക്കണം. ആൻഡ് ദാറ്റ് വാല്യൂ ഈസ് 5.275 മീറ്റർ. അതായത് എയിൽ നിന്ന് ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്നും 5.275 മീറ്റർ ദൂരെ നിൽക്കുമ്പോൾ സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോഴായിരിക്കും അബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് മൊമെന്റ് വരുന്നത്. ആ സെക്ഷനിൽ ലോഡ് വരണം. അപ്പോൾ ആ ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.096 WL. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് 240 kilonewton meter, which is the absolute maximum positive bending moment in the given arch. അതുപോലെ അബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്, ഈ ആർച്ചിന്റെ അബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ അതും നമ്മൾ ഡിസ്കസ് ചെയ്താണ്. വെൻ ദ സെക്ഷൻ, ഈ സെക്ഷൻ ഡി എന്ന് പറയുന്നത് L/4 വരണം, ലെങ്ത് ബൈ 4 ഡിസ്റ്റൻസ്, അതായത് 25/4 വിച്ച് ഈസ് അബൌട്ട് 6.25 മീറ്റർ. അപ്പം ഇതിന് പകരം ഇതൊരു 6.25 മീറ്ററിൽ വരുമ്പോഴായിരിക്കും, ഈ ഡിസ്റ്റൻസ് ഒരു 6.25 മീറ്ററിൽ വരുമ്പോഴായിരിക്കും അബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് കിട്ടുക. അപ്പോൾ ലോഡ് പക്ഷേ ഈ സി തന്നെ ആയിരിക്കും വരുന്നത്, സെക്ഷൻ കൺസിഡർ ചെയ്യുന്നത് 6.25 മീറ്ററിൽ. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് വിൽ ബി ഒബ്വിയസ്ലി ക്ലിയർ എനഫ്. ഓക്കെ, സോ ആൻഡ് ദ വാല്യൂ ഈസ് ഒബ്റ്റൈൻഡ് ആസ് WL/16 ആൻഡ് ദാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഔട്ട് ടു 156.25 kilonewton meter. ദാറ്റ് ഈസ് ദ അബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്. ഇത് മാഗ്നിറ്റ്യൂഡ് ആണ് ഈ തന്നിരിക്കുന്നത്, അപ്പോൾ ഇത് ആക്ച്വലി വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിന്റെ ഒരു value obtained ചെയ്യുന്നത്. So this is the very simple problem of arch using ILD. അപ്പോൾ ഈ ഒരു ലെവലിലുള്ള സിമ്പിൾ പ്രോബ്ലംസ് വരുള്ളൂ. ശരിക്കും ILD യൂസ് ചെയ്ത് നമുക്ക് പോയിന്റ് ലോഡ് മാത്രമല്ല UDL-ന്റെ കണ്ടുപിടിക്കാം, അങ്ങനെ ഏതൊരു കോംപ്ലിക്കേറ്റഡ് കേസ് നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ശരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ട്രസ്സിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
ട്രസ്റ്റിൻ്റെ അകത്ത് ILDയുടെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ പല പല സിനാരിയോസിൽ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള, വളരെ വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അതിൽ തന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കേസുകൾ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ വേറെ കുറെ തിയറീസും ഉണ്ട് ILDയുടെ കേസിൽ. അതൊന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ബിക്കോസ് അവർ സിലബസ് എലിമിറ്റ്സ് ഇറ്റ്സെൽഫ്. ഓക്കെ, സോ till then, okay, so till the next class, that will be all, and I hope you can study ILD. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, കോംപ്ലിക്കേറ്റഡ് അല്ല, കുറച്ച് ലെങ്ത് വേണ്ട ടോപ്പിക് ആണ്. I think we took around 20 lectures to clear the concept. I think it was pretty lengthy, even though it was pretty lengthy enough. I think, I hope I was clear enough. Okay, അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. Okay, thank you so much.